ഹലോ ഗായ്സ്, വെൽക്കം. ഓ നിങ്ങളെന്തോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആണ്. എവിടെയാ? ചെട്ടുകുളങ്ങര അമ്പലം. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് കാണാം. ചെന്നിട്ട് കാണാം. ഒരുങ്ങിയിട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ ഒരുങ്ങിയില്ല, കണ്ണ് മാത്രമേ എഴുതിയുള്ളൂ. ഇനി നമുക്ക് കാറിൽ ഇരുന്ന് ഒരുങ്ങണം. വേറെ സൗണ്ട് എല്ലാം കേൾക്കുമോ? ഇല്ലല്ലോ. അവിടെ ഫുള്ള് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. അവിടെ ഒരു കാള കണ്ടോ? രാവിലെ വെളുപ്പിന് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ. എന്നിട്ട് ഇപ്പൊ ഇറങ്ങിയതോ 9:15. വേറൊന്നും കണ്ടില്ലേ, എണ്ണിക്കാൻ വേണ്ടി അത്രേ ഉള്ളു. കുറച്ചുകൂടെ ചെന്നിട്ട് ഒരുങ്ങല്ലേ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മറിഞ്ഞു പോവും. ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോ ഇങ്ങനൊക്കെ പോകുന്നത്. എന്തിനാ? നമുക്ക് ഒരുങ്ങാം. ബെസ്റ്റ് മോയ്സ്ചറൈസർ അടുത്ത് നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ കുറച്ചിടാം. അതങ്ങ് ഒരുപാട് ഗ്ലോ ആയി സൺസ്ക്രീൻ ഒക്കെ. ഓ പോന്ന്. അയ്യേ, കാക്ക ദൂരം പോലെ. മറ്റേ അമ്മൂമ്മ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കിയാ പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ തേക്കുന്നത്. പതുക്കെ പോണേ. ലിപ്സ്റ്റിക് വന്നപ്പോഴേ മുഖത്തിന്റെ ഷേപ്പ് മാറി. സിന്ദൂരൊക്കെ ഇട്ട് ഇപ്പൊ കായംകുളമായി അല്ലേ? കായംകുളത്തുനിന്ന് കുറച്ചുണ്ട്. കമ്മലിട്ടില്ല. നമ്മളങ്ങനെ അമ്പലത്തിൽ വന്ന് അങ്ങനെ അമ്പലം എത്തി ഗൈസ്. അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഓരോ സീസൺ ആയതുകൊണ്ട് പക്ഷെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നുള്ള അവിടെ പോയി തന്നെ വീടില്ല, വീഡിയോ കയറും. അയ്യോ, എനിക്ക് വയ്യ, കയ്യൊക്കെ പൊള്ളുന്നുണ്ട്. എടാ അങ്ങനെ മാർച്ച് 4 നാളെയാണ് ഇവിടുത്തെ ഉത്സവം, ചെട്ടുകുളങ്ങര അമ്പലത്തിലെ ഉത്സവം. കണ്ടില്ല അവിടുത്തെ ഒരുക്കങ്ങൾ. ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഇവിടെ ഇതുപോലൊന്നും ആയിരിക്കത്തില്ല ഉത്സവ ടൈമിൽ. ഫുള്ള് ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്തൊരു വെയിലാ. ഈ സ്പേസിലാണ് ഇവിടുത്തെ എല്ലാ കെട്ടുകാഴ്ചകളെയും കൊണ്ട് ലാസ്റ്റ് ഇറക്കി നിർത്തുന്നത് ഇവിടെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഇറങ്ങി. അപ്പം നാളെ മാർച്ച് 4 നാളെയാണ് അവിടുത്തെ ഉത്സവം. ഞങ്ങൾ എന്തായാലും ഇവിടെ കാണും. നിങ്ങളും അതുപോലെ എല്ലാവരും വരണം. ഞങ്ങളങ്ങനെ വണ്ടി കയറാൻ പോയപ്പോൾ തന്നെ തൊട്ട് നേരെ ഫ്രണ്ടിലൊരു വണ്ടി, ഇപ്പോൾ അത്യാവശ്യം നല്ല പരിചയമുള്ളൊരു വണ്ടി. ആരുടെയാണെന്നറിയോ? ജോജി തമ്പിയുടെ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ കണ്ടില്ല. വണ്ടി കണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വണ്ടിയുടെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. വെയിറ്റ് ചെയ്തിട്ടും കാണാൻ പറ്റിയില്ല ഗൈസ്. നെക്സ്റ്റ് ഡേ നമ്മളപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിരിച്ചു പോവാ. ഈ സമയത്ത് ഇറങ്ങിയോണ്ട് വണ്ടിയെങ്കിലും കാണാൻ പറ്റിയില്ലേ?
നോക്കൂ ഗൈസ്, ഇത് നോക്കൂ ഗൈസ്. എന്തേ? തന്നെ ഉള്ളു. ആ ഇതൊക്കെ എടുത്തോ, കണ്ടോ സൈഡിൽ കൊടുത്തോ. കണ്ടോ തീരുണ്ടാക്കുക. കിട്ടിയോ എന്താ എന്റെ കൈ? ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുത്തിയോട്ട വഴിപാട് ശരിയാക്കി അവിടോട്ട് പോവാ. എന്തെങ്കിലും പറ. ഞാനൊന്നും പറയത്തില്ല. അത് ഗ്ലാസ് അറിയില്ല. നോക്ക് സെറ്റ്. പുറത്തിറങ്ങിയിട്ട് നല്ലൊരു കാണാം. ഓ ഏട്ടാ, നമ്മൾ അങ്ങോട്ട് നടക്കുവാ. എങ്ങോട്ടാ? കുത്തിയോട്ട വഴിപാടിന്റെ അടുത്ത്. ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഒരുപാട് ദൂരെ. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് ഏരിയ കാണാനൊക്കെ. അവിടെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അവിടെ 2 പേരെ അറിയത്തുള്ളൂ. അല്ല, എനിക്ക് അപ്പൊ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. നേരത്തെ ഓച്ചറയിലെ മറ്റേ വീഡിയോ ഇട്ട സമയത്ത് രാജീവും കൺകള് ഓർത്തില്ല ഞാൻ. പുത്രമിത്രാദികൾ സുഖമായി അങ്ങനെ അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി ഡ്രസ്സ് മാറി നേരെ വീണ്ടും വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബൈ.